നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ട് നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ആഹാരം, നമ്മളുടെ ശുചിത്വം, ഇപ്പൊ കുളിക്കുക, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊന്നും ആരും നമ്മളെ നിർബന്ധിക്കാതെ തന്നെ നമ്മൾ റുട്ടീനായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരത് പഠിക്കലായിരിക്കും, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, അത്തരം കാര്യങ്ങളായിരിക്കും. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്ക് പോകുന്നു, അവരുടെ ജോലി, ഇത്തരം കാര്യങ്ങളാണ് അവരുടെ ഒരു മേജർ പോർഷൻ കവർ ചെയ്യുന്നത്. ഒരു ദിവസത്തിന്റെ സെക്കൻഡ് മേജർ പോർഷൻ കവർ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ശരിക്കും മൂന്നാമത്തെ ഒരു പോർഷൻ ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ആവുന്ന ഒരു പോർഷനാണ്. ഈ മൂന്നാമത്തെ പോർഷനിലാണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാൻഡേറ്ററി അല്ലാതെ, നിർബന്ധിതമല്ലാതെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. അത് വ്യായാമമായിരിക്കാം, യോഗയ്ക്ക് പോകുന്നത്, ജിമ്മ് ചെയ്യുന്നത്, വീട്ടിലാണെങ്കിലും കൃത്യമായി എക്സസൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പാട്ട് പഠിക്കുക, എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ള എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും ഒരു സംഭവം പഠിക്കുക, ചിത്രം വരയ്ക്കുക, ഗാർഡനിങ്, അങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതൊരു തേർഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് ആരും നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ സർപ്രൈസിംഗ്ലി ഈ തേർഡ് ഫാക്ടറാണ് നിങ്ങളുടെ ലൈഫിലത്തെ ഒരു ഫൈനൽ, ഒരു 60s ശേഷം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്.